നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിറ്റൂരിലെ ബിജെപി നേതാവ് പ്രാണേഷ് രാജേന്ദ്രന് വേണ്ടി രേഖകളില്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 30 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പണം പിടികൂടിയത് ചിറ്റൂർ വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പണമാണെന്നും ഇത് പ്രാണേഷ് രാജേന്ദ്രന്റെ വീട്ടിലെത്തിക്കാനായിരുന്നുവെന്ന് പിടിയിലായ മണിക്കുട്ടന്റെ മൊഴി. പ്രാണേഷ് രാജേന്ദ്രനെ പ്രതി ചേർത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം സമഗ്ര അന്വേഷണം നടത്തണമെന്നും കേസ് അട്ടിമറിച്ചാൽ നിയമപരമായി നേരിടുമെന്നും സുമേഷ് അച്യുതൻ MLA. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷണൽ AE രജനിയുടെ ഫോൺ സംഭാഷണം. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റെയ്മണ്ട് ആന്റണി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡ് കണയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചു. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ ശല്യവും രൂക്ഷമായതായും നാട്ടുകാരുടെ പരാതി. വാർത്തകൾ വിശദമായി. ചിറ്റൂരിലെ BJP നേതാവ് പ്രാണേഷ് രാജേന്ദ്രന് വേണ്ടി രേഖകളില്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 30 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ചിറ്റൂർ വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് പണം പിടികൂടിയത്. സംഭവത്തിൽ ചിറ്റൂർ സ്വദേശി മണിക്കുട്ടനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് പണം കടത്തിയിരുന്നത്. പണം വാഹനത്തിന്റെ സീറ്റിന് താഴെ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പണമാണെന്നും രേഖകളില്ലാത്ത പണം പ്രാണേഷ് രാജേന്ദ്രന്റെ വീട്ടിലെത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശമെന്നാണ് മണിക്കുട്ടന്റെ മൊഴി. പ്രാണേഷ് രാജേന്ദ്രന്റെ ഡ്രൈവറാണ് പിടിയിലായ മണിക്കുട്ടൻ. പ്രാണേഷ് രാജേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് ഓപ്പറേഷൻ തണ്ടർ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് മണിക്കുട്ടനും പണവും പിടിയിലായത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മന്റെ നേതൃത്വത്തിലായിരുന്നു വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത്. തുടർ നടപടികൾക്കായി മണിക്കുട്ടനെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻകം ടാക്സ് പാലക്കാട് ഇൻവെസ്റ്റിഗേഷൻ വിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പ്രാണേഷ് രാജേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് അധികാരികൾ പറഞ്ഞു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ OK പ്രസന്നൻ, പ്രിവന്റീവ് ഓഫീസർ ജോസ് പ്രകാശ്, സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം മോഹൻ എന്നിവരും പങ്കെടുത്തു. പ്രാണേഷ് രാജേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടാണ് ഡ്രൈവർ മണിക്കുട്ടനിൽ നിന്നും രേഖയില്ലാതെ 30 ലക്ഷം പിടിച്ചെടുത്തിലൂടെ വെളിച്ചത്ത് വന്നതെന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ആരോപിച്ചു. പ്രാണേഷ് രാജേന്ദ്രന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകൾ ദുരൂഹത നിറഞ്ഞതാണ്. ഇതിനെ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. പ്രാണേഷ് രാജേന്ദ്രനെ പ്രതി ചേർത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമഗ്ര അന്വേഷണം നടത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്നും MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഷൊർണൂർ ജ്വാലയ്ക്ക് നൽകിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ശനിയാഴ്ച നടന്നു. ജ്വാല പരിസരത്ത് നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഷൊർണൂർ ജ്വാലയ്ക്ക് നൽകിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് ശനിയാഴ്ച രാവിലെ ജ്വാല ഓഫീസ് പരിസരത്ത് നടന്നത്. P മമ്മിക്കുട്ടി MLA ഫ്ളാഗ് ഓഫ് കർമ്മം നടത്തി സംസാരിച്ചു. നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് മാഷ് പറഞ്ഞ മാതിരി ആദ്യം ഞങ്ങളൊരു 8 ലക്ഷം രൂപ അതിനുവേണ്ടി നീക്കിവെച്ചത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ 8 ലക്ഷം മതിയാവാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നീട് ബാക്കി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നീട് കാലതാമസം വരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് അല്പം ദീർഘിച്ചു പോയത്. എങ്കിലും നിങ്ങളുടെയൊക്കെ തന്നെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ട് ഹോം കെയർ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് സൗകര്യപ്രദമായ വിധത്തിലുള്ള ഒരു ആംബുലൻസ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നർത്ഥം. ജ്വാല സെക്രട്ടറി KT ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TR സന്തോഷ് കുമാർ, P രഞ്ജിത്ത്, TP രാജീവ്, M പ്രശാന്ത്, രാജാമണി, കൃഷ്ണൻകുട്ടി, R മണി, CK മാത്യു, മുരളി മോഹൻ, കോര P കുര്യൻ, വാസു, ലക്ഷ്മണൻ, മാനസ മണികണ്ഠൻ, പാലിയേറ്റീവ് നഴ്സ് സജിത, ഡോക്ടർ സൂര്യകൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഷൊർണൂരിൽ നടത്തും. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് P മമ്മിക്കുട്ടി MLAയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച അവലോകന യോഗം ചേർന്നു. നേരത്തെ സംഘാടക സമിതി രൂപീകരിച്ച ശേഷം 16 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു.
ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള ഇത്തവണ ഷൊർണൂരിൽ അരങ്ങേറും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഘാടക സമിതി രൂപീകരിച്ച് 16 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പി മമ്മിക്കുട്ടി MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റിയും പ്രധാനം തന്നെയാണ്. അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ള ഭക്ഷണം. സീരീസും തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. ഭക്ഷണ കമ്മിറ്റി പ്രധാനമാണ്. മറ്റേ അക്കോമഡേഷനും അതുകൊണ്ട് മറ്റു കമ്മിറ്റികളൊന്നും പ്രധാനമല്ല എന്ന അർത്ഥത്തിലല്ലോ. ഇത് രണ്ടും പ്രധാന കമ്മിറ്റിയാണ്. മാത്രമല്ല പ്രധാന ചെലവ് വരുന്നത് ഈ കമ്മിറ്റിയാണ്. പിന്നെ വരുന്ന പബ്ലിസിറ്റി അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് വരുന്നത്. സെപ്റ്റംബർ 18, 19, 20 തീയതികളിലായി മേള നടത്താനാണ് നേരത്തെ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ തീയതി കുറച്ചുകൂടി നീട്ടിക്കിട്ടണമെന്ന് സബ് കമ്മിറ്റി പ്രതിനിധികൾ ആവശ്യപ്പെട്ട പ്രകാരം പി മമ്മിക്കുട്ടി MLA വകുപ്പ് അധികൃതരുടെ ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 49 ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുക. 7000-ഓളം പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. മേള വൻ വിജയമാക്കാൻ വിപുലമായ സംഘാടക സമിതിയും സബ് കമ്മിറ്റികളുമാണ് പ്രവർത്തിക്കുക. അവലോകന യോഗത്തിൽ പി മമ്മിക്കുട്ടി MLAയ്ക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, VK ശ്രീകൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ, സ്കൂൾ സൂപ്രണ്ട് കതീഷ് മാസ്റ്റർ, വിവിധ സബ് കമ്മിറ്റി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷണൽ AE രജനിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നിരിക്കുന്നു. കോടികൾ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. കെട്ടിടങ്ങളുടെ കൈമാറ്റം നടന്നത് മെഡിക്കൽ കോളേജിന്റെ ചുമതലയുണ്ടായിരുന്ന ഒറ്റപ്പാലം സബ് കളക്ടർ മുമ്പാകെയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 സെപ്റ്റംബർ 19 പാലക്കാട് മെഡിക്കൽ കോളേജിന് തുടക്കം കുറിച്ചത്. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്ത് തന്നെ ആദ്യമായി നിർമ്മിച്ച മെഡിക്കൽ കോളേജാണ് പാലക്കാടിലേത്. മാറി മാറി വന്ന സർക്കാരുകൾ മെഡിക്കൽ കോളേജ് വികസനം വാഗ്ദാനം ചെയ്തെങ്കിലും സാങ്കേതികതയിൽ തട്ടി ഇന്നും അവഗണന നേരിടുകയാണ്. കെട്ടിടങ്ങൾ PWD പരിശോധിച്ച് കൈമാറാത്തതാണ് വികസനത്തിന് തടസ്സമാവുന്നതെന്നും തകരാറിലായ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്തത് കാരണമാണെന്നുമാണ് അധികൃതരുടെ വാദം. ലിഫ്റ്റ് തകരാറിലായതുമൂലം മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതമനുഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റെയ്മണ്ട് ആന്റണിയുമായുള്ള സംഭാഷണത്തിലാണ് പരിശോധനകൾ പൂർത്തിയാക്കി കെട്ടിടങ്ങൾ കൈമാറിയ കാര്യം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി വ്യക്തമാക്കിയത്. ഇത് കളക്ടറും ചേർന്ന യോഗത്തിലാണോ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഒറ്റപ്പാലം കളക്ടറാണ് മെഡിക്കൽ കോളേജിൽ ചാർജ്. അതെ അതെ. അപ്പൊ അവര് അവിടെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് പോയിട്ടാണ് അവര് മെഡിക്കൽ കോളേജ് അതോറിറ്റിക്ക് നമ്മുടെ ബിൽഡിംഗ്സിൽ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബിൽഡിംഗ് പരിശോധനക്കെല്ലാം പൂർത്തീകരിച്ചതാണോ മാഡം? ഇതൊക്കെ നേരത്തെ പരിശോധിച്ചാണല്ലോ. കഴിഞ്ഞിട്ട് കുറെ വർഷം ആയല്ലോ. ലാസ്റ്റ് കുറച്ച് ഫിനിഷിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേരിലായിരുന്നു ഇത്ര ദിവസം അവര് മേടിക്കാതിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം മേടിച്ചു. എല്ലാം കൊടുത്തു കഴിഞ്ഞു. പോയിട്ട് ഒറ്റപ്പാലത്ത് പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സബ് കളക്ടർ നേരിട്ട് കൊടുത്തിരിക്കുന്നത്. സബ് കളക്ടറിന്റെ അധ്യക്ഷതയില് പാലക്കാട് വെച്ചിട്ടുള്ള യോഗത്തിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതോ ഒറ്റപ്പാലത്ത് പോയിട്ട് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് സാറ് കൃഷ്ണപ്രസാദ് സാറാണ് കൊടുത്തത്. അന്ന് സാറുണ്ടായിരുന്നു. സാർ ഇപ്പൊ ഒരാഴ്ച കൂടുതലായിട്ട് ലീവിലാണ്. ഇനിയും അടുത്ത ആഴ്ച മറ്റേ ജോയിൻ ചെയ്യുള്ളൂ സാറ്. കിടപ്പാണോ? അല്ല, സാറ് വേറെ എന്തോ പേഴ്സണലാണ്. നമുക്കതറിയില്ല. ശരി ശരി ശരി. അപ്പൊ ഏതായാലും മാഡത്തിന് കഴിയുമെങ്കിൽ അതിന് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് തരാൻ പറ്റി കിട്ടുന്നതായോ? അതല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല, അതെന്താ വെച്ചാൽ ഒരു ഒറ്റ വാക്കിലുള്ള കൊടുത്തുകളാണോ എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഓഫീഷ്യൽ കാര്യം സാർ അറിയാതെ തരാൻ പറ്റില്ല. അന്ന് മാഡം മൊബൈലിൽ കാണിച്ചു തന്നല്ലോ. അപ്പൊ അത് ഏത് രേഖയാണ്? ഞാൻ ആ സീറ്റ് നോക്കുന്ന കുട്ടിയോട് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് എന്നാണ് ലാസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. ആ കുട്ടി എനിക്ക് മെസ്സേജ് ആണെന്ന് എനിക്ക് കാണിച്ചു തന്നത്. ഓ ശരി ശരി. സീറ്റ് നോക്കുന്ന ആളുണ്ടല്ലോ ഓഫീസിലെ, അവരോട് ഞാൻ ചോദിച്ചതാണ്.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 70% സീറ്റ് സംവരണം ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജ് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും അടിസ്ഥാന സൗകര്യമില്ലാതെ അവഗണന നേരിടുകയാണ്. 50 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന അധികാരികളുടെ അന്തർനാടകങ്ങളാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുണ്ടെങ്കിലും ഉപയോഗിക്കാതെ നശിക്കുകയാണ്. രക്തബാങ്ക്, ട്രോമ കെയർ എന്നിവ പ്രവർത്തിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശവും നടപ്പായിട്ടില്ല. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റേമണ്ട് ആന്റണി ആരോപിച്ചു. ട്രോമ കെയർ ഇല്ല, രക്തബാങ്ക് ഇല്ല, ഫാർമസിയിൽ മരുന്നുകൾ പോലുമില്ല, മോർച്ചറിയില്ല. ദൂർത്തടിക്കുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് വേണം പറയാൻ. സ്കാനിങ് മെഷീൻ, എക്സ്റേ മെഷീൻ കോടികൾ മുടക്കിക്കൊണ്ട് ഒത്തിരി മിഷനറികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ട്രോമ കെയർ ആരംഭിക്കണം, ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണം, രക്തബാങ്ക് ആരംഭിക്കണം, ഫാർമസികൾ മരുന്നുണ്ടാവണമെന്നെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ മേഖല തകരും. സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് വളർച്ച ഇല്ലാതാവും. ആ വളർച്ച ഇല്ലാതാവാതിരിക്കുവാൻ വേണ്ടി മെഡിക്കൽ കോളേജ് നാമാവിശേഷമായി നശിക്കണമെന്നുള്ള ഒരു ഭീഭരമാണ് ഇവിടുത്തെ ഇതിന്റെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫാർമസിയിൽ മരുന്നുകൾ പോലുമില്ല, മോർച്ചറിയില്ല. ദൂർത്തടിക്കുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് വേണം പറയാൻ. സ്കാനിങ് മെഷീൻ, എക്സ്റേ മെഷീൻ കോടികൾ മുടക്കിക്കൊണ്ട് ഒത്തിരി മിഷനറികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ട്രോമ കെയർ ആരംഭിക്കണം, ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണം, രക്തബാങ്ക് ആരംഭിക്കണം, ഫാർമസികൾ മരുന്നുണ്ടാവണമെന്നെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ മേഖല തകരും. സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് വളർച്ച ഇല്ലാതാവും. ആ വളർച്ച ഇല്ലാതാവാതിരിക്കുവാൻ വേണ്ടി മെഡിക്കൽ കോളേജ് നാമാവിശേഷമായി നശിക്കണമെന്നുള്ള ഒരു ഭീഭരമാണ് ഇവിടുത്തെ ഇതിന്റെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ 1-ാം വാർഡ് കണയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമായതായി നാട്ടുകാരുടെ പരാതി. കണയം പ്രദേശത്താണ് കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും വാർഡിൽ വ്യാപകമായി കാട്ടുപന്നികൾ ഇറങ്ങി കൃഷിയിടം നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളുമാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയ്ക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കടുത്ത ഭീതിയോടെയാണ് സ്കൂൾ കുട്ടികളും കർഷകരും അടക്കമുള്ള നാട്ടുകാർ ദിനംപ്രതി പുറത്തിറങ്ങുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശത്തെ നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ ജല അതോറിറ്റി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചളിക്കുളമായ ഭാഗത്ത് ക്വാറി വേസ്റ്റ് ഇട്ടാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. സദനം റോഡിന്റെ ദുരിതാവസ്ഥ കഴിഞ്ഞ ദിവസം STV വാർത്തയാക്കിയിരുന്നു. തുടർന്ന് മങ്കര പഞ്ചായത്ത് ഇടപെടുകയും വാട്ടർ അതോറിറ്റി ജൽജീവൻ അധികൃതരെയും വ്യാഴാഴ്ച വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് നടപടി ഉണ്ടായത്. താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് മഴ മാറുന്ന മുറയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു തീരുമാനം. ചെളിക്കുളമായ മേഖല മങ്കര പഞ്ചായത്തിന്റെ പരിധിയിലാണ്. റോഡ് വെട്ടിമുറിക്കുന്ന സമയം പഞ്ചായത്തിന്റെ അനുമതി പോലും വാങ്ങിയിരുന്നില്ല. മഴ തുടങ്ങിയ മുതൽ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. വെള്ളിയാഴ്ച കോറി വേസ്റ്റ് കൊണ്ടുവന്ന ടിപ്പറും ഇവിടെ ഏറെ നേരം കുഴിയിൽ കുടുങ്ങി. ഇതിന് തൊട്ടു മുൻപേ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളും ചെളിയിൽ കുടുങ്ങി. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കാണത്രേ റോഡ് പൊളിച്ചത്. വെറും മണ്ണിട്ട് നികത്തിയതോടെയാണ് പുലിവാലായത്. അതിനിടെ മഴ തുടരുകയും ചെയ്തതോടെ റോഡ് ചെളിക്കുളമായി. TTC, UP സ്കൂൾ, ആശുപത്രി എന്നീ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഇതോടെ വലഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു. CDS ചെയർപേഴ്സൺ ജിഷ, മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ എന്നിവർ ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഷൊർണൂർ നഗരസഭ CDSന് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു. ISO സർട്ടിഫിക്കേഷനു വേണ്ടിയുള്ള അവസാനഘട്ട ഓഡിറ്റ് ഓഗസ്റ്റ്
6-നാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. സീരിയസ് ചെയർപേഴ്സൺ ജിഷ, മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ എന്നിവർ ചേർന്ന് ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. മെച്ചപ്പെട്ട ഗുണമേന്മ സംവിധാനം ഒരുക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തി തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളിലൂടെ സമയബന്ധിത സേവനം നൽകിക്കൊണ്ട് ജനസൗഹൃദ കാര്യാലയമായി നിലകൊള്ളുക എന്നതാണ് കുടുംബശ്രീ CDSന്റെ നയം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ 2.0 പദ്ധതിയുടെ ഭാഗമായി ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത മാസ്റ്റർ പ്ലാനാണ് ഷൊർണൂർ നഗരസഭയിൽ തയ്യാറാക്കുക. ഇതിനായി നഗരസഭാ കൗൺസിൽ പ്രമേയം അംഗീകരിച്ചു. ശാസ്ത്രീയവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ദീർഘവീക്ഷണമുള്ളതുമായ നഗരാസൂത്രണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും ഇത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഏകോപനത്തിനായി കമ്മിറ്റിയും രൂപീകരിക്കും. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് വകുപ്പ്, സർക്കാർ വകുപ്പുകൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി തയ്യാറാക്കുക. ഭൂവിനിയോഗം, ജനസാന്ദ്രത, റോഡ് ശൃംഖല, ജലവിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സംവേദന ക്ഷേമ മേഖലകൾ, ഭാവി വികസന സാധ്യതകൾ എന്നിവ വിശകലനം ചെയ്തായിരിക്കും മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തുക. പാർപ്പിടം, വാണിജ്യം, വ്യവസായം, പൊതുസ്ഥാപനങ്ങൾ, സ്ഥാപന വികസനം എന്നിവയ്ക്കായി അനുയോജ്യമായ മേഖലകൾ നിർണ്ണയിക്കാനും പദ്ധതി സഹായകമാകും. അടിസ്ഥാന സൗകര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഡിജിറ്റൽ നഗരാസൂത്രണ രേഖയാണ് GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ. ന്യൂസ് സെന്റർ ഷൊർണൂർ. അശാസ്ത്രീയവും ദീർഘവീക്ഷണവുമില്ലാതെ റോഡ് പണി നടത്തിയത് കോട്ടായി മണ്ഡലക്കാട് റോഡിൽ അപകടം പതിവ് സംഭവമെന്ന് നാട്ടുകാരുടെ പരാതി. കോട്ടായി പഞ്ചായത്തിലെ 12, 13 വാർഡുകളിലായി കിടക്കുന്ന മണ്ഡലക്കാട് റോഡിലാണ് അനധികൃതരുടെ അനാസ്ഥ മൂലം അപകടം സംഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ ഇരുവശങ്ങളിലും ഒരടിയോളം താഴ്ചയായിട്ടുണ്ട്. കോൺക്രീറ്റിനോളം പുല്ല് മൂടിക്കിടക്കുന്നതിനാൽ റോഡിന്റെ വശങ്ങളിലെ താഴ്ച ശ്രദ്ധയിൽപ്പെടുകയില്ല. വീതി കണക്കാക്കി എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്താൽ വാഹനം അപകടത്തിൽപ്പെടുമെന്നതാണ് സ്ഥിതി. രാത്രികാലങ്ങളിൽ അപകട സാധ്യത ഉറപ്പാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. സൈഡ് പ്രൊട്ടക്ഷൻ നടത്താതെ റോഡ് പണി നടത്തിയ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 1 മാസമായെന്നും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതി. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡ് കിഴക്കേക്കര കോളനിയിലാണ് പലയിടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ആ ഭാഗത്ത് റോഡ് തകർന്ന് ഗർത്തമായെന്നും കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കുഴികളിൽപ്പെട്ട് അപകടം സംഭവിക്കുന്നതായും പൊട്ടിയ പൈപ്പുകൾ ഉടൻ ശരിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ വെള്ളം ഏതൊക്കെ സമയത്താണ് വിടുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് ഒരു ഗുണഭോക്തൃ സമിതിയെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറയുമ്പോൾ അവർക്കത് കിട്ടിയിട്ടില്ല. ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് പ്രൊജക്ട് ഓഫീസിലേക്ക് കിട്ടുകയുള്ളൂ, ഇത് കോൺട്രാക്ടറിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്ത വ്യക്തികളെ ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ എടുക്കുന്ന, പിന്നെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവരും ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ ഈ ജലജീവൻ മിഷനെ വെള്ളം പാഴാക്കി കളയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ സംസാരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണത്തിനും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസുകൾക്കും തുടക്കമായി. വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 13 വരെയാണ് പരിപാടി. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായാണ് കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികൾ നയിക്കുന്ന ക്ലാസുകൾക്കും തുടക്കമായത്. ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച ജീവിത ഹാളിലാണ് പരിപാടിക്ക് തുടക്കം. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നമുക്കെല്ലാം സാധിച്ചോളണമെന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നന്മ ശേഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും. അതെല്ലാവരും തിരിച്ചറിയും, ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അത് ജനം തിരിച്ചറിഞ്ഞേ തീരും. അതങ്ങനെയാണ് ഈ കാലത്തിൻ്റെ, പ്രകൃതിയുടെ, ഈശ്വരൻ്റെ നിയോഗം. അപ്പം അതുകൊണ്ട് സംയുക്ത ചെയ്യുന്നതൊക്കെ നാളെ കാലം തിരിച്ചറിയുമെന്നുള്ളതിനാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതിനാണ് ആ
പൊതുവാളിൻ്റെ അവാർഡ് അവർക്ക് വന്നു ചേർന്നു. അങ്ങനെ ഇനിയും നിരവധി അവാർഡുകൾ വരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ചടങ്ങിൽ കൗൺസിലർ CK സൗമ്യ അധ്യക്ഷയായിരുന്നു. സംയുക്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ T സീന, പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജിജോ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി സുദേശ്, ആശാ വർക്കർ സിന്ധു, ജീവിതാംഗം സീമ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങളും കൈമാറി. തുടർന്ന് കിരാതമൂർത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ ഔഷധക്കഞ്ഞി വിതരണത്തിനും തുടക്കം കുറിച്ചു. ഈ മാസം 13 വരെയാണ് ഔഷധക്കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസും ഉണ്ടായിരിക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റൂരിലെ BJP നേതാവ് പ്രാണേഷ് രാജേന്ദ്രനു വേണ്ടി രേഖകളില്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 30 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പണം പിടികൂടിയത് ചിറ്റൂർ വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പണമാണെന്നും ഇത് പ്രാണേഷ് രാജേന്ദ്രൻ വീട്ടിലെത്തിക്കാനായിരുന്നുവെന്ന് പിടിയിലായ മണിക്കുട്ടന്റെ മൊഴി. പ്രാണേഷ് രാജേന്ദ്രനെ പ്രതി ചേർത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം സമഗ്ര അന്വേഷണം നടത്തണമെന്നും കേസ് അട്ടിമറിച്ചാൽ നിയമപരമായി നേരിടുമെന്നും സുമേഷ് അച്യുതൻ MLA. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷണൽ AE രജനിയുടെ ഫോൺ സംഭാഷണം. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റെയ്മണ്ട് ആന്റണി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡ് കണയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചു. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ ശല്യവും രൂക്ഷമായതായും നാട്ടുകാരുടെ പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.